ഹലോ, എല്ലാവർക്കും എൻ്റെ വലിയൊരു ഹായ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലുള്ള വെസ്റ്റേൺ സ്പ്രിങ്സ് എന്ന് പറയുന്നൊരു സ്ഥലം പരിചയപ്പെടുത്തുവാനായിട്ട് വന്നത്. ഇവിടെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പക്ഷികൾക്ക് വന്ന് വെള്ളം കുടിക്കാനും കുളിക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഈവനിങ് ഒക്കെ ഒരു വാക്കും, ഈ ഒരു സ്ഥലത്തിൻ്റെ ചുറ്റും ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നടക്കാനൊക്കെ നല്ല വാക്ക് വേ എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നടന്ന് പ്രകൃതിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ വെസ്റ്റേൺ സ്പ്രിങ്സ് എന്ന് പറയുന്ന ഈ സ്ഥലം. ഇവിടെ ഒത്തിരി പക്ഷികളും ചെടികളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാൻ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ വാക്ക് വേ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാവുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ് ഓക്ലൻഡിലെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ ഇതിൻ്റെ ചുറ്റും ഒന്ന് നടക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇവിടെ ഒരു വലിയൊരു പാർക്കുണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാനും എല്ലാത്തിനായിട്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ഓക്ലൻഡിലെ സൂ വരുന്നത്. അപ്പോൾ സൂവിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് അതിനുശേഷം ഇവിടെ വന്ന് ഈ ഒരു പാർക്കിൽ വന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. വളരെ ക്ലീനും ആയിട്ടും ഒത്തിരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ താറാവുണ്ട്, പിന്നെ മറ്റേ കൊളക്കോയി, അങ്ങനെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള പക്ഷികളും ഇതെല്ലാം ഇവിടെയുണ്ട്. പിന്നെ ഒരു നല്ലൊരു ലേക്കാണ് ഇതിൻ്റെ ചുറ്റും. അപ്പോൾ അവിടെ നമുക്ക് ഒത്തിരി അരയന്നങ്ങളും ഇതിനെല്ലാം കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു ബേർഡാണ് ബ്ലാക്ക് സ്വാൻ, അതായത് ബ്ലാക്ക് അരയന്നം. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി അരയന്നങ്ങൾ ഇവിടെയുണ്ട്. വൈറ്റും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. പിന്നെ ഈ ഒരു ട്രീ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ ചില്ലകളെല്ലാം ഈ തടാകത്തിലേക്ക് വീണ് കിടക്കുന്ന രീതിയിലാണ്. പിന്നെ നമുക്ക് ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കാൻ സാധിക്കും. ഒത്തിരി അരയന്നങ്ങളുണ്ട് കേട്ടോ. ഇവിടെ വന്ന് നമുക്ക് ശരിക്കും മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വെസ്റ്റേൺ സ്പ്രിങ്സ് ലേക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. പിന്നെ ഇവിടെ ഡക്കുണ്ട്. ഈ ഡക്കുകൾ, ഇവിടെ വരുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഈ ഡക്കിനൊക്കെ ഫീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഭക്ഷണമൊക്കെ അന്വേഷിച്ച് ഇവിടെ നടക്കുകയാണ്. പല ഡിഫറെൻറ്റ് കളറിലുള്ള ഡക്കും ഒത്തിരി ബേർഡ്സും പ്രാവും, അങ്ങനെ ഒത്തിരി ബേർഡ്സ്, ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വെറൈറ്റി ഓഫ് ബേർഡ്സ് ഇവിടെ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. പിന്നെ ഇതാണ് ഇവിടുത്തെ ലേക്ക്. ഈ ലേക്കിൽ നിങ്ങൾക്ക് അരയന്നങ്ങളെല്ലാം നീന്തുന്നതൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഒത്തിരി ട്രീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളൊരു കണ്ട കാഴ്ചയാണ്, രണ്ട് ചെറിയൊരു അരയന്നം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അമ്മ തീറ്റ കൊണ്ട് കൊടുക്കുന്ന അവരൊരു എന്തോ ടയറോ അങ്ങനെ എന്തോ ഒരു സാധനം ആണ്, അതുമേ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പോൾ അമ്മ അങ്ങനെ ഈ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊണ്ടു കൊടുക്കുകയാണ്. അപ്പം ഞങ്ങളത് കുറേ നേരം നോക്കി നിന്നു. അപ്പോൾ ഒരു അമ്മയുടെ സ്നേഹം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണല്ലോ, അപ്പം അതിന് തീറ്റ കൊത്തിക്കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണല്ലേ. ഇപ്പോൾ അവിടെ ബ്ലാക്ക് അരയന്നം, ഇങ്ങനെ വലിയ അരയന്നങ്ങൾ വരുന്നുണ്ട്.
അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ആക്ച്വലി പേടിയായിട്ട് ഇവർ ആ സാധനത്തിൽ നിന്ന് ഇറങ്ങി വീണ്ടും വെള്ളത്തിലോട്ട് പോവും. അപ്പോൾ ഇത് ആക്ച്വലി ഇതിനെ പേടിപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ ഇതിങ്ങൾ പേടിച്ചോടുവാണ്. ഇത് വേറൊരു താറാവാണ്, വേറെ ടൈപ്പിലുള്ള ഒരു താറാവാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറേ പ്രാവുകളും എല്ലാം ഉണ്ട്. ഇത് വെള്ള അരയന്നങ്ങൾ, പിന്നെ വെള്ളത്താറാവ് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ആക്ച്വലി ഇവിടെ ആളുകൾ വന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയ ബെഞ്ചും ഡെസ്കും അങ്ങനെയെല്ലാം ഇവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്തേക്ക് കൊത്താനൊക്കെ വന്നിരുന്നു. ഇവിടെ വളരെ നല്ലൊരു സീനറി ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി ഫോട്ടോഷൂട്ട്സൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട്. മാരേജിൻ്റെയും ഇങ്ങനെ ബർത്ത്ഡേയുടെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഈ ഒരു പാർക്കിൽ വന്ന് ആളുകൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഒരു മാരേജിൻ്റെ ഫോട്ടോഷൂട്ട് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. എന്ത് രസമല്ലേ ഇങ്ങനെ ഈ ഒരു ബേർഡ്സിനെയും ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു വൈബാണ് ആക്ച്വലി. പിന്നെ ഇത് ഈ ലേക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ബോർഡിൽ ഇൻഫർമേഷൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നടന്നു വരുമ്പോൾ 2 പെൺകുട്ടികൾ ഇവിടെ ഇരുന്ന് ഈ പ്രാവിനെല്ലാം ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ. ഈ ഒരു ലേക്കിന് ചുറ്റും നമുക്ക് നടന്ന് കറങ്ങാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഡിഫറെൻറ്റ് വെറൈറ്റിയുള്ള പൂക്കളും ഇതെല്ലാം ഉണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആളുകൾക്ക് വേണ്ടി വന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നൊരു നല്ല പാർക്ക് പോലും ഇല്ല. ഇത് ഇവിടെ ആ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാർക്ക് ഒത്തിരി ന്യൂസിലാൻഡിൽ ഓൾമോസ്റ്റ് കുറേ പാർക്കുകളുണ്ട്. നമ്മൾ എവിടെ പോയാലും നമുക്ക് പാർക്കുകൾ കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പാർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനൊന്നും കാര്യമായിട്ടുള്ള രീതിയിൽ പ്രിസർവ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇതെല്ലാം ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റും എല്ലാം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. Thanks for watching and keep supporting me.